ഹലോ, നമ്മളിന്ന് മാങ്ങ പെറുക്കാൻ പോവുകയാണേ. തറവാട്ടിലൊരു വലിയൊരു മാവുണ്ട്, അതിലൊരുപാട് മാങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ഒരു കണ്ണിമാങ്ങ പെറുക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതേ മാവ് തന്നെയാണ് കേട്ടോ അത്. അന്ന് ഒരുപാട് കണ്ണിമാങ്ങ വീഴാറുണ്ടായിരുന്നു. ഞാനതൊക്കെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പുമാങ്ങയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനായാലും ചെത്താനായാലും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഈ ഒരു മാങ്ങ പെറുക്കൽ എന്ന് പറയുന്നത് അത് സുഖമുള്ളൊരു ഏർപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറുപ്പകാലത്തെ ഓർമ്മയായ പെറുക്കൽ കൂടിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് മാങ്ങയൊക്കെ പെറുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. നമ്മളെ അവിടെ നല്ല പറമ്പുകളും അതും അങ്ങനത്തെ ഒക്കെ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം 2 കിട്ടിയത്. ഇത് മൂന്നാമത്തെ തവണയാണ് മാങ്ങ പെറുക്കാൻ വേണ്ടി വരുന്നത്. ഒരു ദിവസം 5-6 പ്രാവശ്യം ഞാൻ വന്ന് നോക്കാറുണ്ട് ഇതിൻ്റെ താഴെ. നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് കിട്ടും. ഇന്ന് രാവിലെ തന്നെ പെറുക്കാൻ പോയപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ആ മഴയിൽ ഒരുപാട് മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ട്രിപ്പ് ആയതുകൊണ്ട് എനിക്ക് 2 കിട്ടിയത്. അപ്പോൾ ഇന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ ഇത്. മൊത്തം ഇന്ന് കിട്ടിയതാണ്. ഒക്കെ നല്ല പഴുത്ത് പാകമായിട്ടാണ് വീഴുക. പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് വീഴുമ്പോൾ തന്നെ പോയി എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വവ്വാലൊക്കെ കഴിച്ചിട്ട് ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്കും വേണ്ടേ കഴിക്കാം. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെത്തി കഴിക്കാൻ വേണ്ടി പ്ലേറ്റിലിങ്ങനെ ഒരുപാട് ചെത്തി വെക്കുമ്പോൾ ഒരാൾ സംതൃപ്തി ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നാട്ടുമാങ്ങയൊക്കെ ഇപ്പം അധികം സ്ഥലങ്ങളിലൊന്നും ഇല്ലല്ലോ. ടൗണിലേക്കോ ആയാലൊന്നും നാട്ടുമാങ്ങ നമുക്ക് കിട്ടില്ലല്ലോ. അത് ഈ നാട്ടുമ്പുറത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങേനേക്കാളും എത്രയോ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. പിന്നെ നാരുകൾ അടങ്ങിയ മാങ്ങയാണല്ലോ ഈ നാട്ടുമാങ്ങയൊക്കെ. അപ്പം നമ്മളിത് ഇങ്ങനെയുണ്ടെന്ന് കഴിക്കുന്നത്. നല്ല കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ പൊടിച്ചുണ്ടാക്കിയ കുരുമുളക് പൊടിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല, പിന്നെയും കഴിക്കാൻ തോന്നും. പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് വയറ് നിറയും കേട്ടോ. അത്രയും വലിയൊരു മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വയറ് നിറയും. അങ്ങനെ ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഫുള്ള് മാങ്ങ കഴിപ്പ് തന്നെയാണ് പണി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരമാണ് കേട്ടോ. ഒരു ചെറിയ പുളി മധുരമാണ് കേട്ടോ. പുളി അധികം നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ മധുരമാണ് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അത് പെറുക്കാൻ പോകാൻ ഇത്ര ഇൻട്രസ്റ്റും. ഞാനെപ്പോഴും ആ മാവിൻ ചോട്ടിൽ തന്നെയാണ് കേട്ടോ. ഇപ്പം മോള് കുറച്ച് വലുതായത് കൊണ്ട് എനിക്ക് ഇങ്ങനെ മാങ്ങ പെറുക്കാനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. അല്ല ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അങ്ങനെയൊന്നും പോവാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ മാങ്ങയൊക്കെ ഇട്ടപ്പോൾ അവൾക്ക് ആദ്യമൊന്നും അവൾ ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ കൂട്ടാക്കിയില്ല. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോൾ അവളൊന്ന് കഴിച്ച് നോക്കി. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടും, അത്രയും നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ നാട്ടുമാങ്ങ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് അരിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ നാരായിരിക്കും മൊത്തം ഉണ്ടാവുക കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ മാങ്ങ പെറുക്കാനൊക്കെ നിങ്ങൾ പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ. ഒരു വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു കുട്ടിക്കാലം തിരിച്ച് കിട്ടിയ പോലെയാണ് കേട്ടോ തോന്നുക. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നല്ല, ഒരു മാസമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ബായ്.